പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ നാളെ ഈ ഷീറ്റ് വാങ്ങിച്ചു. ഞാൻ മൾച്ചിങ് ഷീറ്റ് എന്നാണ് പേര് പറയാം കേട്ടോ. ഇത് ഒരു 200 മീറ്ററോളം നീളമുണ്ട്. പക്ഷെ നമുക്ക് കൃഷി ചെയ്തപ്പോൾ നമ്മൾ കുറച്ചത് ഈ കാബേജിനിട്ടു കണ്ടാ, ഈ കാബേജ് കോളിഫ്ലവറിനിട്ടു, പിന്നെ അവിടെ പച്ചമുളകിന് വെണ്ടക്കായ്ക്ക് അങ്ങനെ കുറച്ചൊക്കെ ഇട്ടു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പോൾ ഡ്രൈ ആവുക. അപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കേട്ടോ. ഇത് കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞു, ഈ വഴിയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ വഴിയിൽ ഇങ്ങനെ പുല്ലാണല്ലോ അറ്റം വരെ, ഈ വഴിയിൽ ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പുല്ല് ഇടയ്ക്കിടയ്ക്ക് പറിച്ച് കളയാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഈ പുല്ലില്ലേ, ഈ പുല്ല് ഈ ഇഷ്ടികയുടെ ഇടയിലേക്ക് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് ഒരിക്കലും പുല്ല് കളയാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഈ ഷീറ്റ് ഈ വഴിയിലാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം വരെ, പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് വഴി, അങ്ങനെയുണ്ട്. നമ്മളൊരു 3 ടൈപ്പ് വഴിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സാരിതോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഞാൻ ആ പണിയാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. കുറേ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അറ്റം വരെ ഇഷ്ടികയുണ്ട്. കേട്ടോ, ഈ ഇഷ്ടികകളില്ല, ഇത് ഈ ഇഷ്ടിക കേട്ടോ. ഇങ്ങനത്തെ ഇഷ്ടികളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പണി തുടങ്ങണം കേട്ടോ. തുടക്കം നമുക്കൊന്ന് വെച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കനമുള്ള ഇഷ്ടിക, നമ്മുടെ സാധാരണ ഇഷ്ടികയല്ല. ഓട്ട് കമ്മികളുടെ ചൂളയില്ലേ, ചൂള, ചിമ്മിനി അത് പണിതിട്ടുള്ള ഇഷ്ടികയാണ്. അത് പണിയുന്ന ഇഷ്ടിക എന്ന് പറഞ്ഞാൽ പ്രത്യേകം ചേരാട്ടോ. അവിടെ എന്താ ചെയ്യുന്നത്, അത് പണിയുന്ന ഇഷ്ടിക എന്ന് പറഞ്ഞില്ലേ, ഈ സാധാരണ നമ്മൾ വീട് പണിയുന്ന ഇഷ്ടിക ഇല്ല, പറഞ്ഞുണ്ടാക്കിപ്പിക്കുന്ന ഇഷ്ടികയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഈ ചൂള പണിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടികയാണ്. കാരണം 100, 140, 150 അടി ഉയരത്തിലേക്ക് അങ്ങോട്ട് പണിത് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സ്ട്രക്ചറാണ് അത് ടോപ്പായിരിക്കണം, അടിത്തറയും എല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇഷ്ടികളാണ്. അപ്പോൾ നമ്മളിത് ഓട്ട് കമ്പനികളൊക്കെ ഇല്ലാണ്ടായി പോയില്ലോ, അതൊക്കെ നാമാവശേഷമായി പോയി. അപ്പോൾ ഈ ഓട്ട് കമ്പികൾ പൊളിച്ച് ചിലപ്പോൾ ഈ വില്ലകളാക്കണു. കണ്ടമാന ഏരിയ ഉണ്ടാവും, ഒരു 3-4 ഏക്കറൊക്കെ ഉണ്ടാവും ഓരോ ഓട്ട് കമ്പനിയൊക്കെ. അപ്പോൾ അതൊക്കെ വില്ലകളാക്കും. അപ്പോൾ ഈ ചൂളകൾ പൊളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്ടികകൾ ഈ പൊളിക്കുന്ന ആളുകൾ വിൽക്കും. അങ്ങനെ ഈ പൊളിക്കുന്ന ടീമുകളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇഷ്ടികയാണ് കേട്ടത്. അപ്പം ഞാനിത് തുടക്കം ഇട്ട് നോക്കിയോട്ടെ, അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചെത്തേണ്ട ആവശ്യമില്ല, അത് പുല്ല്. ജഗുണ് ഷൂട്ടിങ് കേട്ടോ. ജഗു പറഞ്ഞത് ഈ പുല്ല് ചെത്തി കളഞ്ഞിട്ട് ആ ഷീറ്റ് വിരിച്ചാൽ മതിയില്ലേ എന്ന് പറയുന്നത്. വെറുതെ എന്തിനാണ് നമ്മൾ അതിന് വേണ്ടി സമയം കളയണ്ട. കാരണം ഈ ഷീറ്റ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ പുല്ല് സ്വാഭാവികമായും ഇല്ലാണ്ടായി പോകും, നാശമായി പോകും. അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട. ഈ പുല്ല് ചെയ്താന്ന് പറഞ്ഞ് ഈ പുല്ല് ചെത്തി മനുഷ്യൻ തോറ്റു. അതായത് കുറേ ഏരിയ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കളച്ച് വരുമ്പോഴേക്കും മറ്റേ സ്ഥലത്ത് പുല്ലായി ഉണ്ടാവും. പിന്നെ വീണ്ടും അത് മാറ്റി വരുമ്പോഴേക്കും മറ്റേ സ്ഥലത്ത് പുല്ലായി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പുല്ല് ചെത്തലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പണി കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ദൂരായി നമ്മൾ വയ്ക്കുകയാണ് ഫസ്റ്റ്. കല്ല് വയ്ക്കട്ടെ. ഇനി നമ്മൾ ഈ 2 ഇഷ്ടികര ഇതിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. ജഗോ വഴിയുണ്ട് കാണാൻ, വെച്ച് വരികയാണ്. ഇത്രയ്ക്ക് ആക്കിയിട്ടാ ഇഷ്ടിക വയ്ക്കിട്ടാ. ഒന്നും മടക്കി വയ്ക്കണ്ട, മടക്കണ്ട. അതിൽ ഇഷ്ടിക ശരിക്ക് അമർത്തുന്നുള്ളൂ. എവിടെ ഇഷ്ടിക ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി. അതന്നെ, കറക്റ്റ് കണ്ട. പുല്ല് ചെത്തലാണ് നമുക്കിതിലത്തെ ഏറ്റവും വലിയൊരു പ്രകടനം പിടിച്ച പണി.
ഇത് കീറോ ഇങ്ങനെ എല്ലാ ദിവസവും നടന്നു? ഇല്ല. അതൊരാൾ പറഞ്ഞേ, ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് ദ്രവിച്ച് മണ്ണുമായിട്ട് ലയിക്കില്ലെന്ന് ഈ ഷീറ്റ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ദ്രവിച്ച് ഇതാക്കാനുള്ളത് ചീല്. ഇത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ചുരുട്ടി കൂട്ടിയിട്ട് കോർപ്പറേഷൻകാർക്ക് കൊടുക്കും, അവർ കൊണ്ടുപോകും. പിന്നെ ഇത് റീസൈക്കിൾ ചെയ്യും. അങ്ങനെയാണിത് ചെയ്യാൻ. നമ്മുടേത് കണ്ട, ഇനി ഇതൊക്കെ ദ്രവിച്ച് പോവും. ഈ ഇതുമല്ലൊക്കെ പുല്ലുണ്ടാവില്ലേ, അതൊക്കെ ഇല്ലാണ്ടായി പോവും. ശരിക്കും ചാലിൽ തന്നെ വരണം, അല്ലെങ്കിൽ ഭംഗിൻ്റെ ആവശ്യം. ഈ സൈഡിൽ കേട്ടാ ഭ്രാന്തൻ പണിയാണ് അല്ലേ. ഇതൊരു ചാല് കറക്റ്റ് ആവണേ. മുന്നത്തെ ഇഷ്ടിക വെച്ച് ചാല് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ മൾച്ചിങ് ഷീറ്റിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. അങ്ങനെ ഫസ്റ്റത്തെ നോക്കിയേ, ടടണ്ടടേ നടക്കാൻ പോകട്ടെ. കാല് വയ്ക്കട്ടെ. ഫസ്റ്റത്തെ കാല് വെപ്പ്. അടിപൊളി. പുല്ലൊഴിവായിരിക്കുന്നു. ഇനി അവിടെ വരെ പൊരിക്കുക. വഴിയിലത്തെ പൈപ്പൊക്കെ മാറ്റിയിടണേ. പിന്നെ വീണാനെ അതിൽ വേണമെന്നോ നടക്കാനുള്ള വഴീന് നീണ്ട്. ഇതിന്റെ ഉള്ളിൽ വല്ല പാമ്പ് വന്ന് കിടക്കോ? പാമ്പ് ഇനി വന്ന് എടുക്ക. ദീദി കൂടെ അതൊന്നും പാമ്പൊന്നും എടുക്കില്ല. അതിന് ചവിട്ടി കൊന്നോ. നടക്ക്, നേരെ നടക്ക്, പേടിക്കണ്ട. നീ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ ഇത്, കീറാവും. അത് കേറിക്കോട്ടെ, അത് കീറാനുള്ള നടക്കും, കീറും. ഇതെടുക്കപ്പ ചൂടാറുത്. സരിതനിക്ക് കാപ്പി കൊണ്ടുവന്നിരിക്കുന്നു. ഇതിപ്പോ അവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോഴേക്കാണ് ചൂടാറിയിട്ടുണ്ട്. ജഗ്ഗുവിന്റെ ബൂസ്റ്റ്, ജഗ്ഗുവിന് എനിക്കും ബൂസ്റ്റ്. നെസ്കഫേ. നെസ്കഫേ ആണത്. ഇപ്പൊ ബ്രൂ കഴിഞ്ഞപ്പോ ഇപ്പൊ അവിടുന്ന് കാപ്പി അല്ല കാപ്പി കുടിച്ചിട്ട് വരാം. ആഹാ, കാലത്ത് എന്ത് നല്ല കാറ്റ്. ഇരിക്കി ഇളം വെയിൽ കൊണ്ടിട്ട്. അടിപൊളി ബൂസ്റ്റ്. അയ്യോ അയ്യോ, ദേ പോണു. എന്താ പോണേ തന്നെ? കാറ്റോണ്ടാ? നിന്നെ വിളിച്ചാ വെല്ലിച്ചൻ? ഇല്ലേ? നല്ല രസല്ലേ കാണാൻ അത്? ആക്കിയോടത്തോളം വരെ ഭംഗിയുണ്ട്. അതല്ല, അത് ഫുള്ള് വഴിയിലാകുമ്പോ ഇപ്പൊ മാത്രം ഭംഗിയുണ്ടാവും. ചേട്ടൻ രണ്ടു വട്ടം അതിൽ കൂടെ നടന്നത് ആകെ ചെളിവിളിയാവും. എനിക്കിപ്പോ പുല്ലുണ്ടാവാത്താണ് വിഷയമല്ല, അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള സാധനം ചെയ്യുന്നത്. ഈ സാധനം പൊട്ടയെന്നാ പറയണേ കൃഷി സ്ഥലത്തിന്. ഇത് 2-3 കൊല്ലം വെയിൽ കൊണ്ട് കഴിഞ്ഞത് പൊടിഞ്ഞ് മണ്ണിൽ ചേരും. അപ്പൊ മണ്ണിലത്തെ മൈക്രോ ഓർഗാനിക്സ് ഒക്കെ അങ്ങനത്തെ ജീവികളൊക്കെ ചാവും. അപ്പൊ കൃഷിക്ക് മണ്ണിൽ ലയിപ്പിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ലല്ലോ. ഇത് കീറി ഒരു ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചുരുട്ടി കൂട്ടിയിട്ട് കോർപ്പറേഷന്റെ ചാക്കിലിട്ട് കൊടുക്കും. കീറാൻ നിക്കില്ല, അതിന് മുന്നേ ചുരുട്ടി കൂട്ടി ചാക്കിലാക്കും. ഇല്ല, മറ്റേ തന്നെ അന്ന് തന്നെ കണ്ടില്ലേ? അതുപോലെ ഇത് പുല്ല് വരാണ്ടിരിക്കാനാണ്. ഇതിപ്പോ അല്ലെങ്കിൽ പുല്ല് വരാണ്ടിരിക്കാൻ തന്നെ ലൈൻ വിട്ടിട്ടുണ്ടായിരുന്നേ.
അതിന് പുല്ല് വരാണ്ടിരിക്കാൻ മാത്രമല്ല അതിൻ്റെ അടിയിലേക്ക് മണ്ണ് ഉണങ്ങാണ്ടിരിക്കാനും പഴുക്കാണ്ടിരിക്കാനും വെയിൽ കൊണ്ടിട്ടേ ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് നനവ് വരുന്നില്ല. ഉണ്ണി കുടിച്ചോ ചൂടാറും. അപ്പോൾ ചൂടാറിയിട്ടല്ല വേണ്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല. കടലിൻ്റെ മകനായി ജനിക്കുന്നു നീ, പിറക്കുമ്പോൾ അച്ഛനെ വേർപിരിയും, ഒരിക്കലും കാണാതെ നീ കരയും. ഇന്ന് മൂട് ദുഃഖഗാനങ്ങൾ കേൾക്കാനാ. അപ്പം ദുഃഖഗാനങ്ങൾ വെച്ചിട്ടായിരുന്നു ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് വരുമ്പോൾ കേട്ടത് ഈ പാട്ടായിരുന്നു. ദുഃഖമേ നിനക്കു പുലർക്കാല വന്ദനം, കാലമേ നിനക്കഭിനന്ദനം. കേട്ടിട്ടുണ്ടോ പാട്ട്? ഉള്ളീരല എന്തിനാ പോയി തിന്നപ്പോഴേക്കും? ഉള്ളീരലയാ? ഓ പൊന്നോ. ഉപ്പും മുളകും കൂട്ടിയിട്ടാണോ തിന്നാറ്? അല്ല, അച്ഛൻ അങ്ങനെയാണ് കണ്ണി കണ്ടാലൊക്കെ ഉപ്പും മുളകും കൂട്ടിയിട്ട് തിന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അതുപോലെ ചെറുപ്പകാലത്ത് നമ്മൾ പലത് കണ്ടതും കേട്ടതും ഒക്കെ തിന്നും. ചേട്ടൻ ചാണം കൊണ്ട് തട്ടിയ ഉള്ളിയുടെ ഇത് നോക്കിയേ, അതിനേക്കാൾ ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനും ഇല്ലേ? നോക്കിയ ചെക്കോ, ഈ 3 തടത്തിൽ ഏതാ കൂടുതൽ ആരോഗ്യത്തോടെ നിൽക്കണ പോലെ തോന്നണേ? ഏതാ പറയണ അതാന്ന്. ചേട്ടൻ ചാണം തട്ടിയതാന്ന്. അവിടെ വീഴണ്ടാട്ട പോയിട്ട്. കടക്കുണ്ടാവുമ്പോ നമുക്കറിയാം. നല്ല ആരോഗ്യം. പക്ഷേ ഹൈറ്റ് കൂടുതൽ ഇതിന്. ആണോ? ഈ അവിടെ നോക്കിയപ്പോ ഇതിന് ഹൈറ്റ് കൂടുതൽ പോലെ തോന്നി ഈ തടത്തിലത്തെ. അതെ, കടക്കുണ്ടാവുമ്പളേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലേ? കടയ്ക്ക് കണ്ടമാനക്ക് ഉണ്ടാവും ചെയ്യും. നീ കുറച്ച് മറ്റേ ഫാക്ടം ബോസ് ഓരോ 2 നുള്ളു വീതം, ഓരോ ടീസ്പൂൺ വീതം ഓരോന്നിൻ്റെ കടക്കിട്ടാക്കിയ ഓരോന്നമ്മ ഒരു ലോഡ് ഉണ്ടാവും. കാപ്പി കുടി കഴിഞ്ഞു, ഇനി വീണ്ടും പണിയിലേക്ക് പോകാം. ഞാനും എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ. പ്രാണനാഥ. പ്രാണനാഥനെനിക്കു നൽകിയ. അയ്യോ, ചാണകം എടുക്കണ്ടല്ലോ. അതാ പച്ചമുളകിന് എനിക്ക് നൽകിയ ചാണത്തിന്റെ കട്ട എടുക്കണ്ട. ഇതാണോ തന്നത്? അത് പെണ്ണുങ്ങളല്ലേ പാടുന്നത്. അല്ല, ഞാൻ പോട്ടേന്ന് എന്റെ കാലത്തെ പണികള് ഞാൻ പകുതിയാക്കിട്ട് അങ്ങോട്ട് പോകുന്ന. ഇവിടെ അല്ല ചില വെണ്ടക്കായും അതും ഒക്കെ കോവക്കായും ഒക്കെ ഇന്നലെ പൊട്ടിച്ചതാണല്ലോ. എല്ലാ ദിവസവും പൊട്ടിക്കണറിയ. ഇത് പച്ചമുളക് ഉണ്ടായോണ്ട നോക്കിയേ. കണ്ടു. നോക്കി കണ്ട പച്ചമുളക് ഉണ്ടാവണ്ട, നീളം പച്ചമുളക്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിച്ചോ. വെണ്ടക്കായ്ക്ക് അന്നാൻ തന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന്. ഞാനിപ്പോ കാലത്ത് ഈ കോവക്കായ അരിഞ്ഞോണ്ടിരിക്കുന്നു. കോവക്ക ഞാനതിന് കോവക്കായ ചള്ളിലേ പൊട്ടിച്ചു തിന്നും. ഇത് ഉണ്ട കോവയ്ക്ക 2 എണ്ണയിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടയും വെച്ചിട്ടുണ്ട്, നീളനും വെച്ചിട്ടുണ്ട്. നീളനിന്ന് ഇന്നലെ 2 എണ്ണം കിട്ടി. അധികം ഉണ്ടാവണില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഉണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് ഇന്ന് രാവിലത്തേക്കേ ഉപ്പേരി കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതി അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടി അരിഞ്ഞിടായിൽ ഇതൊക്കെ കുറച്ചും കൂടിയും വണ്ണം വയ്ക്കും. പിന്നെ ഇതുമ്മേ അങ്ങനെ ഭയങ്കര ചെറുതുകളില്ലേ, ദേ ഇങ്ങനത്തെയൊക്കെ. ഈ സാധനം ചേട്ടനും പൊട്ടിച്ചതിനും ചെറുയേട്ടനും രാവിലെ ഒരു വിസിറ്റ് ഉണ്ട്. അപ്പോൾ ചെറുയേട്ടനും പൊട്ടിച്ചതിനും അതിൻ്റെ പശ ഒരു കറയുണ്ടല്ലോ, അത് നല്ലതാന്ന് പറയുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്. ഇന്നലെ കുറേ പൊട്ടിച്ചതാട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് പൊട്ടിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ഇന്നും ഉണ്ട്. ഓക്കെ, കഴിഞ്ഞു തോന്നുന്നു. ഇത്ര കിട്ടി. അല്ല, ഇനിയുണ്ട്. കയ്പക്കായ ഉണ്ടായി തുടങ്ങി തോന്നുന്നു. ഞാൻ നോക്കിയിട്ടില്ല, ഇന്ന് നോക്കിയിട്ടില്ലേ. ചില പൂവുകൾ ഇഷ്ടം പോയിട്ടുണ്ട്. അതെ, വരണം നോക്കി. ഇത് കണ്ടോ വരണം. എവിടെയുണ്ട് വരണം. 2 ദിവസം കഴിഞ്ഞാൽ ഉറ കെട്ടി കൊടുക്കാം. എവിടെ വരണുണ്ട് കണ്ട. അല്ല, ഇതെന്തത് ഇവിടെ മുഴുവൻ വെണ്ടക്കായ തൈകള്? അത് ആ വെണ്ടര വിത്തില്ലേ, അത് അവിടെ പൊട്ടി വീണതാണ്. ഞാൻ വെറുതെ പൊട്ടി വീണതല്ലേ, ഞാൻ വെറുതെ വെതറി കൊടുത്താണ്.
ഇവിടെയാ? അല്ല അത് അത് വേറൊരു തടത്തില് വെതറായിരുന്നില്ലേ? തടത്തിൽ വേറെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതിപ്പോ വെറുതെ കിടക്കുന്നപ്പോ നേരെ ഉണ്ടായി അതിനെ പറിച്ചു പൂച്ചിടാ അപ്പടി. സിനിമയിൽ പറയില്ലേ, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇവനൊന്നും ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറയില്ലേ? ഏത് നമ്മുടെ തിളക്കെന്ന് പറഞ്ഞ സിനിമയില് ഈ നമ്മുടെ പഞ്ചവർണ്ണത്തിനെ ഇങ്ങനെയുണ്ട്, പഞ്ചവർണ്ണം ഇങ്ങനെയുണ്ട് തലയിൽ ഇത് പിടിച്ച് നടന്നു വരുന്നു. അപ്പോൾ വയസ്സായിട്ടുള്ള എല്ലാവരും ഇങ്ങനെയായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ദിലീപിന്റെ ക്യാരക്ടർ എല്ലാ തരത്തിലും മുളച്ചിട്ടില്ല. അപ്പൊ അവിടെ ഇവിടെ ഒക്കെ എടുത്തെറിഞ്ഞിണ്ടാ. ഇപ്പൊ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിച്ചു ഓടുന്നത് കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ വായിൽ വെള്ളം ഒലിപ്പിച്ച് കാരണന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇവ അതിന്റെ അടുത്തോടെ ഓടി ഒറ്റപ്പോക്കാണ്. അപ്പൊ മറ്റാള് തലയിൽ കഴിച്ചേ അല്ലെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഇത് കാര്യം. നമ്മൾ ഈ വെണ്ട വിത്ത് നമ്മൾ ഒരു തടമൊക്കെ നല്ല ഭംഗിയിലാക്കി എല്ലാ ഇതുകളൊക്കെ ആക്കി അതിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മുളക്കില്ല. വെറുതെയാണ് വെതറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് അടിപൊളിയായിട്ട് മുളച്ച് വരും. അതിനിപ്പോൾ ഇവിടെ ഉണ്ടായത് അതാണ്. അതന്നെ. അല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ സരിത? നമ്മളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പരാമർശിക്കണത് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമകളായിരിക്കും അല്ലേ? അത് ശരിയാ. ശരിക്കും ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് പറയാത്ത, ശ്രീനിവാസന്റെ ഡയലോഗ് മീൻസ് ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിലത്തെ അല്ലേ ഒരു ഡയലോഗ് പറയാത്ത ഞങ്ങളുടെ വീഡിയോകൾ കുറവായിരിക്കും. വീഡിയോ നമ്മുടെ ജീവിതത്തിലില്ലേ? ജീവിതത്തില് ഒരു 5-10 വട്ടം ശ്രീനിവാസന്റെ ഡയലോഗ് നമ്മള് വീഡിയോയില് ഞങ്ങൾ പറയണതിന്റെ എത്ര ഇരട്ടി വീഡിയോ എടുക്കാത്ത സമയങ്ങളിൽ ഞങ്ങൾ വെറുതെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടാ. അതെ, അത് നർമ്മം മാത്രമല്ല, അല്ല അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തോരം പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ ഒരു തെളിവാണത്. അല്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കാലികമായ പ്രസക്തിക്ക് കുറവ് വരുന്നില്ല അല്ലേ? ശരിയാ. ശ്രീനിവാസൻ സിനിമകളിലത്തെ ആ സന്ദേശത്തിലത്തെ ഡയലോഗുകളായാലും അല്ലേ? എന്തിനാ നീ അങ്ങോട്ട് പോയേ? ഞാൻ ഇത് എടുക്കാൻ ഫോണും കണ്ണാടി. എന്തിനാ? ഒരു 2 ദിവസം മുന്നത്തെ വീഡിയോ, നമ്മുടെ മതിൽ പണിയുടെ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അത് വായിക്കാനോ. അത് ഒരു മിനിറ്റ് കേട്ടോ, അതിപ്പോൾ എടുക്കാതെ. ഞാൻ മതിൽ പണിയുടെ വീഡിയോയില് ചേട്ടന് നല്ല പൊങ്കാലയാണ്, പൊങ്കാല ഇട്ടിട്ടുണ്ടെന്ന് ആൾക്കാർ ചേട്ടന്. അതെ, യെസ്. അതായത് സരിത പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല അല്ല, അതല്ല മെയിൻ കാര്യം. അതിലൊരു സത്യമില്ലാതില്ലല്ലോ. കിട്ടി. എൻ്റെ ദൈവമേ, എൻ്റെ മിഥുനെ, ഇന്നലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിന്റെ മറ്റേ ഈ ID ചാനലിന്റെ പേര് കിട്ടാണ്ട് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, അത് കിട്ടാണ്ട് നേച്ചറിനുണ്ടെന്ന് അറിയാം, മിഥുൻ എന്ന് അറിയാം, ബാക്കി ഓർമ്മ കിട്ടണ്ടായിരുന്നില്ല. നമ്മുടെ മതിൽ പണിയുടെ വീഡിയോയില് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ ഇട്ടേക്കണ കമന്റ് ആട്ടാ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഘടനവാദിയായ അജുചേട്ടനും പ്രതിക്രിയാവാദിയായ സരിത ചേച്ചിയും പ്രഥമ ദൃഷ്ട്യാ തർക്കത്തിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നെ ബൂർഷ്വാസികളായ ചാർലിയും ഇമ്രാനും തക്കം പാർത്തിരിക്കുകയായിരുന്നു മതില് ചാടാൻ. അങ്ങനെയാണ് മതില് പണി പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള അജുചേട്ടനെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായ? ഇങ്ങനെയുള്ള അജുചേട്ടനെ കണ്ട് തന്നെയാണ് അജൂസ് വേൾഡ് ഇഷ്ടപ്പെട്ടത്. എല്ലാം ശരിയാകും. അതുണ്ടല്ലേ? പിന്നെ അപ്പൊ അങ്ങനെയാണ്. അല്ല, നമ്മുടെ നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും. ഒരേ മൈൻഡ് സെറ്റാണ്, ഒരേ വൈബാണ്, ഒരേപോലത്തെ എന്താ പറയാ, അവര് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, എല്ലാവരും നമ്മളൊക്കെ ഒരു വഞ്ചിയിലെ യാത്രക്കാരാണ്. അപ്പോൾ നമ്മുടെ പോലെ തന്നെയാണ് അവരും ചിന്തിക്കണം. അവർക്കും അത് എഴുതാനും പറ്റുന്നുണ്ട് അങ്ങനെ രസമായിട്ട്. അതന്നെ മറ്റൊരു ശ്രീനിവാസന്റെ ഇത് എന്താല്ലേ, നമ്മളിപ്പോ ജീവിതത്തിലത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളെ സിനിമ ഡയലോഗുകളുമായിട്ട്, സിനിമ സന്ദർഭങ്ങളായിട്ട് കൂട്ടിയിണക്കി അങ്ങനെ സംസാരിക്കും. അപ്പം അതുപോലെ നമ്മുടെ വീഡിയോന് ഇത് രസമായിട്ടാ ഇങ്ങനെ പറഞ്ഞേക്കണേ.
ചാർലി ഇമ്രാൻ എവിടെ ബൂർഷ്വാസികൾ. ഞാൻ പോട്ടെ, ഇനി ഞാൻ പണികൾ നോക്കട്ടെ. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഇന്നും നാളെയും താമരശ്ശേരി തറവാട്ടമ്പലം ഉണ്ട് മരത്താക്കര, അവിടെ തോറ്റമ്പാട്ട് മഹോത്സവം അങ്ങനെയൊക്കെയാ. അപ്പം അതിന് പോകണം. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ശനി ഞായറും അവിടെ പരിപാടിയാ. ഇന്ന് രാവിലെ കളങ്ങളുണ്ട്, രാവിലെ 10:30 തൊട്ട് കളങ്ങളാ. നാളെയാണ് തോറ്റമ്പാട്ട്, ഇന്ന് കളങ്ങള്. ഉറുമ്പിട്ടാ കട്ടുറുമ്പുകള് കണ്ട, കട്ടുറുമ്പുകളുമായി ഇവർ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപകടകാരികളാ. ഇവരെക്കാളും ഭയങ്കര സാധനങ്ങളുണ്ട് അരിച്ചാന്മാർ, ഇത്തിരി ബ്ലാക്ക് കളറായിട്ട് നീളത്തിലുള്ള സാധനങ്ങൾ. കട്ടുറുമ്പിൻ്റെ അത്രയ്ക്ക് സൈസ് ഉണ്ടാവില്ല. കട്ടുറുമ്പുകൾ ഭയങ്കര ആരോഗ്യവാന്മാരാണ്. ഈ ഉള്ളി ചേട്ടൻ എന്ന് നട്ടതാ? ഈ ഉള്ളി എന്ത് ഇങ്ങനെയേ? അത് ഈ ചാഴി പിടിച്ച ഉള്ളികളായിരുന്നു. അത് ഉള്ളിയുടെ ഇതുകളില്ലേ, കനുണ്ടായിരുന്നില്ല ഉള്ളിയുടെ വിത്തുകൾക്ക്. പൊട്ട ഉള്ളിയായിരുന്നു അല്ലേ? സാധിക്ക് എല്ലാ ദിവസം വന്നിട്ട് ഈ തണ്ണിമത്തം നോക്കല പണി. വലുതായി ബാക്കിയുള്ളതിന്റെ പോലെ തണ്ണിമത്തനാവുമ്പോളേ ഒരു നമ്മള് ഇങ്ങനെ കാണാത്ത സാധനല്ലേ. കോഴിക്കോട് വെടുപ്പാക്കി നേരെ നോക്കി 2 വണ്ടി കോഴിക്കാട്ടം കൊണ്ടുവന്നിട്ടതാ കിടന്നറച്ച്. ചെടികള് പേടിച്ച് വെറുങ്ങലിച്ചിരിക്കണ്ടാവും. ആരുടെ കടക്കലാണ് ഇത് മുഴുവൻ കൊണ്ട് തട്ടാൻ പോണേ. ചാണത്തിനേക്കാൾ അവിടെ കോഴിക്കാട്ടം ഭയങ്കര ചൂടായിട്ടായിരിക്കും ചേട്ടാ കണ്ടമാനം കൊണ്ട്. അത് ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഈ വഴുതനങ്ങി ചെയ്യുമ്പോ തണുത്ത കോഴിക്കാട്ടടാ. തണുത്ത കോഴിക്കാട്ടം എന്ന് പറഞ്ഞിട്ടാ എന്നിട്ടാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് അത് അങ്ങനെ ഇരിക്കും. ഇത് കോഴിക്കാട്ടം അങ്ങനെ കടക്കി കൊണ്ടിരുന്നതിനെ പകരം തണുത്ത കോഴിക്കാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കലക്കി അങ്ങനെയൊക്കെ ഇട്ടാവുക. അല്ല, കോഴിക്കാട്ടം ഇട്ടാ തന്നെ നമ്മൾ നന്നായി നനയ്ക്കണം. കുറച്ചിട്ടാ തന്നെ. ചേട്ടാ കൊറേ ഇടല്ലേ, എന്തോരം ഇടണേ? ചിലപ്പോ അതായിരിക്കും അങ്ങനെയാ ഉദ്ദേശിച്ചത്. അതായത് നമ്മളായിട്ട് താരതമ്യം, അതായത് ഇപ്പൊ ഒരു കിണ്ണം അല്ലെങ്കിൽ ഒരു അരിപ്പകലം നിറച്ച് ചോറ് ഒറ്റയടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗികളാവും അല്ലേ? അതേസമയം ഈ അരിപ്പകലം ചോറ് തന്നെ കുറേശ്ശെ ആയിട്ട് നമ്മൾ കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ, കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ കഴിക്കണമെങ്കിലോ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അതുപോലെ തന്നെയാണ് ചെടികൾക്ക് വളമായാലും ഇടാം. കുറേശ്ശെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പം അതിന് കിട്ടും. ഇത് കുറെ കൊണ്ടൊന്നും ജൈവവളമാണ്, എന്തോരിട്ടാലും ഒന്നും സംഭവിക്കില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാ ഒരു ബക്കറ്റ് നിറച്ച് ചാണാണ് കലക്കി ഒഴിക്കണത്. എത്ര അധികം ചാണം കലക്കി ഒഴിക്കേണ്ട ആവശ്യമുണ്ടാ? എന്തോന്നും മിണ്ടാത്ത അത് ആവശ്യത്തിന് വലിച്ചെടുക്കുള്ള മോളല്ലേ എടുക്കുന്നത്. കണ്ട അങ്ങനെ പറഞ്ഞു. നമ്മൾ എന്തോരം ഇട്ടെടുത്താലും ആവശ്യത്തിന് അത് ചെടി വലിച്ചെടുക്കുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഒരു കുമ്പളങ്ങ പൊട്ടിക്കാൻ മാറ്റി. ഇന്നലെ ഉണ്ടായ ഒരു കാര്യം പറയട്ടെ. അല്ല വേണ്ട പറഞ്ഞോ? ഇല്ല, എവിടെ കുമ്പളങ്ങ എടുത്തിപ്പോ ഞാൻ പോവാനി. കേറി പൊട്ടിക്കാൻ പോയി. അയ്യോ, മൂത്ത് പരുവായി ഉണ്ടാവില്ല ദൈവമേ. വല്ല കോടാലി വേണ്ടി വരും അത് വെട്ടിപ്പൊളിക്കണം. അറിയില്ല, കേറി നോക്കട്ടെട്ടാ. കണ്ട മോളില് കണ്ടാ അതിന് കേറാൻ കോണിക്ക് എടുത്തോണ്ടിട്ട് വേണ്ട. കോണി ഇവിടെ ഇരിക്കുന്നു. കോണി ഇരിക്കണല്ല, അല്ല മുകളിൽ നിൽക്കണണ്ട. അത് പൊട്ടിച്ചില്ലെങ്കിൽ അത് മരടിക്കും. അതേ, നല്ല പോലെ ചില്ലകളുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉയരൊക്കെ കേറാം. അപ്പൊ അത്രയ്ക്ക് പേടി തോന്നി. നിറയെ ചില്ലകളില്ലേ മരത്തമ്മ. ചേട്ടന് പറ്റില്ല. ഞാൻ നോക്കിയോട്ടെ. ഇത് ചേട്ടന് പറ്റുന്നതല്ല. കാരണം ചേട്ടൻ ആ കോണിനേക്കാൾ എത്ര ഹൈറ്റിലാവും നിൽക്കണെന്ന് പറയാം. കുമ്പളങ്ങി പൊക്കോട്ടെ, വേണ്ട. അല്ല, നിറയെ ചില്ലകളുണ്ടെന്ന്. അപ്പൊ എനിക്ക് അത്ര പേടിയില്ലാന്ന്. ചില്ലകൾ നിറച്ചിട്ടുണ്ടെങ്കിലേ എന്നിട്ട് അത് ചില്ലയുമ്പോ കൂടെ കയറാൻ പോവാൻ മോളിക്ക്. നോക്കിയോക്കാനെ. ദൈവമേ, നീ ഇറങ്ങണെങ്കിൽ ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും. അവിടെ അല്ല ചേട്ടനും കൂടി ഇല്ലൊരു സഹായത്തിന് ഇട്ട്. അല്ല ചേട്ടൻ പണിക്ക് പോയി. ഇല്ല, അതെനിക്ക് പൊട്ടിക്കാൻ പറ്റും. എനിക്ക് ആത്മവിശ്വാസം ഉണ്ട്. ഇതെനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. സരിത, തോൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ഞാൻ ചെരുപ്പ് നടത്തിയിട്ടുണ്ട് കേട്ടാ. ഈശ്വരാ, ഈ മനുഷ്യൻ എന്തൊരു ചെയ്യാൻ പോണേ? എനിക്ക് പേടിയാവണോട്ട് ചേട്ടാ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതുപോലെ കേറുന്നത്. കുമ്പളങ്ങ ഇനി ഉണ്ടാവുണ്ട്. കുമ്പളങ്ങ ഇനി ഉണ്ടാവലൊക്കെ കഴിഞ്ഞു. അത് പറഞ്ഞ മാതിരി അത് വലിച്ചാ മതിയായിരുന്നു. കൂടാവ് പറഞ്ഞ മാതിരി. ഈശ്വരാ, ഞാൻ കയറി പൊട്ടിക്കത് എത്തിയിരിക്കുന്നു. പൊട്ടിക്കണം ഇറങ്ങണത് എങ്ങനെയാന്നാ? ഞാൻ പ്ലാവിന് വട്ടം പിടിച്ചിട്ടുണ്ട് ചേട്ടാ.
ദൈവമേ പുളിയുറുമ്പോ ഒന്നും ഉണ്ടാവല്ലേ ഈശ്വര പ്ലാവുമ്പോ. വീണു വീണു കുമ്പളങ്ങി വീണു. ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി. വീണില്ലേ? വീണു ഇവിടെ എത്തി. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ കേട്ടാ. ഞാൻ അടിയിലേക്ക് നോക്കാണ്ട് ഇറങ്ങാ. ആ നോക്കണ്ട, എവിടെയായാലും ചവിട്ടിയോളൂ, തപ്പി തപ്പി ചവിട്ടിയോളൂ. സമാധാനം. എന്റെ പേടി കുറച്ച് റിപ്പോർട്ടർ ഇങ്ങനെ കേറിയിട്ട്. ആ ശരി, എന്നാ കുറച്ചുകൂടി മോളിലേക്ക് പോയി കേറിയിട്ട് വാ. അങ്ങനെ കയറാൻ പറ്റില്ല, ഇതിനൊക്കെ വലിയ പരിധിണ്ട്. ഈ കോണിയുടെ അടിയിൽ പിടിച്ചിട്ടില്ലേ? പിടിച്ചിട്ടുണ്ട്. ഞാനേ ഇങ്ങനെ എത്തി പേടി. എനിക്ക് ചില്ലകൾ നിറച്ചിങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ഉയർത്തി കയറാം. ഹായ്, ഫ്ലൈറ്റിൽ കയറിയോണ്ട് പേടിയൊന്നല്ല. അങ്ങനെ ഞാൻ കുമ്പളങ്ങി പൊട്ടിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടു. ഞാൻ കുഴപ്പമൊന്നും കൂടാണ്ട് നിലത്തേക്ക് എത്തി, അതൊരു സമാധാനം. അല്ല, ഞാൻ വേർത്ത് കുളിച്ചു. പേടിയുണ്ട്, ഹൈറ്റ് ഭയങ്കരമായി. നോക്കിയേ കുമ്പളങ്ങി, നോക്കിയേ നിലത്തേക്ക് വീണപ്പോ അവന്റെ സൈഡിലത്തെ തോലിയൊക്കെ പോയി. അല്ല വന്ന് ഇടിച്ചു വീണിട്ട് ഒന്നും പറ്റിയില്ല എന്ന് പറയാം, അത്രയ്ക്കും മൂത്തു തോന്നുന്നത്. ഇനി കുമ്പളങ്ങൾ ഉണ്ടാവണ്ടേ അവിടെയൊക്കെ? ആ ഉണ്ടാവണ്ട്, നീളത്തിലുള്ള സാധനം കൊണ്ടുപോയി. നല്ല മിളകും മല്ലിയൊക്കെ നന്നായി അരച്ച്, മമ്മൂട്ടി പറയില്ലേ ഇതില് മറവസെടുക്കാനല്ലേ പറയില്ലേ, കോഴിനെ പിടിച്ചിട്ട് ഇവളുടെ ദിവ്യോണിയുടെ കോഴിനെ പിടിച്ചിട്ട് കൊന്നിട്ട് പറയാ നല്ലവണ്ണം മിളകും മല്ലിയൊക്കെ അരച്ച് വെക്കി. അതന്നെ. അപ്പൊ അതില് ഇതിപ്പോ പൈസ ഇത് കൊടുക്കും, കോഴിയുടെ കാശ് പറഞ്ഞിട്ട്. മമ്മൂട്ടിയുടെ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അത് ഏത്, മറവത്തുകാനത്തെ. കഞ്ഞൂടി കയറാൻ പോരാ. ഞാൻ പോവാ. ഇന്നത്തെ വിളവെടുപ്പ് മോശമായില്ല. ഈ ഓതി കൂടെ നടക്കാൻ തോന്നുന്നില്ല, അഴുക്കാവും തോന്നാ. വഴക്കിലൊന്നും വലിയ എത്ര ദിവസം ഇതിങ്ങനെയൊക്കെ എടുക്കുമെന്ന് കണ്ടറിയാം. കഞ്ഞി എന്ന് പറയുന്നതിൻ്റെ ഒരു 100% തവിടാണിത്. കണ്ട, 100% തവിടിൻ്റെ കഞ്ഞിയാണ്. പിന്നെ സരിതര കോവക്കായ കൂട്ടാൻ. കോവക്കായ വെണ്ടക്കായ ഉണ്ട് ഇല്ല, വെണ്ടക്കായ ഇന്നലെ ഉപ്പേരി വെച്ചു. വെണ്ടക്കായ 4 കിട്ടിയിട്ടിട്ടില്ല, കോവയ്ക്ക മാത്രം. നിന്റെ ഫുഡ് എടുത്തില്ലേ? ആ എനിക്ക് പിന്നെ ഉപ്പുമാവ്, എനിക്കും ജഗ്ഗുന് അതന്നെ മതി എന്ന് പറഞ്ഞു, ഓട്സിന്റെ ഞാൻ ഉണ്ടാക്കുന്നത്. അത് അവന് ഇഷ്ടമാണ്. അപ്പം അതന്നെ ഇന്ന് ഞാൻ അതെടുത്തിട്ട് വരാം അല്ലേ? എടുത്തോണ്ട് പോവാ. നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിലൊക്കെ എവിടെ നിന്നിട്ട് വേണമെങ്കിലും കഞ്ഞി കുടിക്കാം, അങ്ങനെ വർത്താൻ പറയാം, ഒരു ശല്യമില്ല. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. റോഡ് സൈഡല്ല, ഇവിടെ ഒന്നും ഇങ്ങനെ ആൾക്കാരില്ലല്ലോ. ഇവിടെയൊക്കെ ഇനി ഭാവിയിൽ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രൈവസിയൊക്കെ പോകും. ഒരുത്ത വന്ന് കിടക്കണോക്കി അടിയിൽ. ഇത് ഓട്സ് ഇട്ടിട്ടുള്ളതാണ്. ഒന്നരാടം. ഇന്നിപ്പോൾ ഓട്സ് ആണെങ്കിൽ നാളെ മിൽനട്ട്സ് ഇടും. അങ്ങനെ മാറിയിട്ടാണ് ഞാൻ കഴിക്കാറ് രാവിലത്തെ ഭക്ഷണം. വേണം. ഇത് ചേട്ടന് നല്ല ഇഷ്ടം.